നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ട്രീറ്റ് മാട്രസസ്. തന്ത്രങ്ങളുമായി താമര. ബിജെപിയുടെ ചാണക്യ തന്ത്രങ്ങളുമായി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിൽ. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തൽ മുഖ്യ അജണ്ട. കൊച്ചിയിൽ പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിലും NDA യോഗത്തിലും പങ്കെടുത്ത ഷാ നാളെയും മറ്റന്നാളും തലസ്ഥാനത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി NDA വിപുലപ്പെടുത്തണമെന്ന് പാർട്ടി യോഗത്തിൽ നേതാക്കളോട് അമിത്ഷാ. വോട്ട് കൂടിയതുകൊണ്ട് കാര്യമില്ല, വിജയം ഉറപ്പാക്കണം. അതിനുശേഷം മതി മന്ത്രിസ്ഥാനത്തിനായി ആവശ്യം ഉന്നയിക്കേണ്ടതെന്നും നിർദ്ദേശം. NDA യോഗത്തിൽ പരാതികൾ ഉന്നയിച്ചിട്ടില്ലെന്നും മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന ചർച്ചകളാണ് നടന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി. കേരളത്തിൽ വിജയസാധ്യത ഉറപ്പിക്കാൻ സാമൂഹ്യ ജാതീയ സമവാക്യങ്ങളിൽ മാറ്റം വരണമെന്ന നിലപാടിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം. ജനകീയ അടിത്തറ വിപുലമാക്കാൻ പുതിയ സഖ്യങ്ങൾ കണ്ടെത്തണമെന്നും നിർദ്ദേശം. മാധ്യമപ്രവർത്തകരുമായി അമിത്ഷായുടെ കൂടിക്കാഴ്ച ഞായറാഴ്ച രാവിലെ 11-ന്. പോരടിച്ച് സെന്നും സർക്കാരും. ഔദ്യോഗിക കാലാവധി അവസാനിക്കാൻ 1 മാസം ശേഷിക്കെ സെൻകുമാർ സർക്കാർ പോരിന് തുടച്ച. DGPയുടെ സ്ഥലം മാറ്റ ഉത്തരവ് മരവിപ്പിച്ച സർക്കാർ നടപടി അംഗീകരിക്കില്ലെന്ന് സെൻകുമാർ. തീരുമാനത്തിൽ വ്യക്തത വരുത്തണമെന്നും നിർദ്ദേശം. ഗ്രേഡ് ASAയും സെൻകുമാറിന്റെ സുരക്ഷാ ജീവനക്കാരനുമായ അനിൽകുമാറിന്റെ സ്ഥലം മാറ്റത്തിലും ഏറ്റുമുട്ടൽ. ഗൺമാനെ സ്ഥലം മാറ്റില്ലെന്ന് സെൻകുമാറും ഉദ്യോഗസ്ഥനെ മാതൃ യൂണിറ്റിലേക്ക് മാറ്റിയേ തീരുവെന്ന് സർക്കാരും. അനിൽകുമാറിന്റെ നിയമനം നിയമവിരുദ്ധമെന്ന് സർക്കാർ. പോലീസ് ആസ്ഥാനത്തെ രഹസ്യ സെക്ഷനുകളിൽ ഇടപെടലുകൾ നടത്തിയെന്നും ഇയാൾക്കെതിരെ വകുപ്പ് തലങ്ങളിൽ നിന്നും പരാതി ഉയർന്നതായും വിശദീകരണം. യെച്ചൂരിക്കായി വീണ്ടും. രാജ്യസഭാ സീറ്റിൽ യെച്ചൂരിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യത്തിൽ പ്രമേയം പാസാക്കി CPM ബംഗാൾ ഘടകം. സംസ്ഥാന സമിതി പാസാക്കിയ പ്രമേയത്തിൽ 2 തവണയിൽ കൂടുതൽ മത്സരിക്കരുതെന്ന കീഴ്വഴക്കവും ജനറൽ സെക്രട്ടറി മത്സരിക്കരുതെന്ന നയവും തിരുത്തണമെന്നാവശ്യം. സംസ്ഥാന സമിതി നിലപാട് യെച്ചൂരിയുടെ രാജ്യസഭാ കാലാവധി ജൂലൈയിൽ അവസാനിക്കാനിരിക്കെ ബംഗാൾ ഘടകത്തിന്റെ പ്രമേയം ലഭിച്ചാൽ പരിഗണിക്കാമെന്ന് പോളിറ്റ് ബ്യൂറോ. യെച്ചൂരി മത്സരിക്കാൻ തയ്യാറായാൽ പിന്തുണയ്ക്കാമെന്ന് നേരത്തെ കോൺഗ്രസ് നേതൃത്വം ഉറപ്പു നൽകിയിരുന്നു. പ്രതിഷേധം കടന്ന് മുന്നോട്ട്. സർക്കാരിന്റെ നിർദ്ദിഷ്ട മദ്യനയത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ മദ്യശാലകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ NOC വേണ്ടെന്ന ഓർഡിനൻസിൽ ഒപ്പുവെച്ച് ഗവർണർ P. സദാശിവം. മദ്യശാലകൾക്ക് അനുമതി നൽകുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സമ്മതപത്രം വേണമെന്ന വ്യവസ്ഥ എടുത്തു കളഞ്ഞ് പഞ്ചായത്തി രാജ് നഗരപാലിക ആക്ട് ഭേദഗതി ചെയ്യാനും ശുപാർശ. അതിനിടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും 5% വില വർദ്ധിപ്പിച്ച് സർക്കാർ. സാധാരണ മദ്യത്തിന് 10 മുതൽ 40 രൂപ വരെയും പ്രീമിയം ബ്രാൻഡുകൾക്ക് വർധനവ് 30 മുതൽ 80 രൂപ വരെയും. നടപടി പൂട്ടിയ മദ്യ വിൽപ്പനശാലകളിൽ നിന്നുള്ള വരുമാന നഷ്ടം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി. കഴിഞ്ഞ മാസം മാത്രം ബെവ്കോയ്ക്കുണ്ടായത് 100 കോടിയുടെ വരുമാന നഷ്ടമെന്നും കണക്കുകൾ. പൂട്ടിയ ബാറുകൾ തുറക്കില്ലെന്നും മദ്യനയം മാറ്റില്ലെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം യെച്ചൂരി പാലിക്കണമെന്ന് രമേശ് ചെന്നിത്തല. ഇത് സംബന്ധിച്ച് CPM ജനറൽ സെക്രട്ടറിക്ക് കത്തയച്ചെന്നും പ്രതിപക്ഷ നേതാവ്. മദ്യശാലകൾക്ക് NOC നൽകാനുള്ള സർക്കാർ തീരുമാനം വഞ്ചനാപരമെന്ന് ആർച്ച് ബിഷപ്പ് സൂസൈപാക്യം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ട്രീറ്റ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.